ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മുഖത്തുപെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം 14-ാമത്തെ വാക്യം. പിന്നെ ഞങ്ങൾ റോമയിൽ എത്തി. യഥാർത്ഥത്തിൽ ഈ ഒരു അധ്യായം അവസാനിക്കേണ്ടിയിരുന്നത് 28 അധ്യായങ്ങളുള്ള അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അവസാനിക്കേണ്ടിയിരുന്നത് അപ്പോസ്തലനായ പൗലോസ് പാമ്പുകടിയേറ്റ് മരിച്ചു, അഥവാ വൈപ്പർ അറ്റാക്ക് മൂലം നിത്യതയിൽ ചേർക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, പിന്നെ ഞങ്ങൾ റോമയിൽ എത്തി. ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ താൻ കടന്നുപോയി. ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു സ്തോത്രം പൗലോസിനെ റോമിൽ എത്തിക്കും എന്നുള്ളത്. എന്നാൽ ആ വാഗ്ദത്തം നിലനിൽക്കുമ്പോൾ തന്നെ നിരവധി പ്രതിസന്ധികളിലൂടെ പൗലോസ് കടന്നുപോയി. സ്തോത്രം കപ്പൽ യാത്രയിലുണ്ടായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, 10-14 ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ നിൽക്കുന്ന സാഹചര്യം, 10-40 പേർ ഒരൊറ്റ തീരുമാനമെടുക്കുന്ന സാഹചര്യം. എന്നാൽ അതെല്ലാം അവസാനിച്ച് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ മെലീത്തയിൽ വന്ന് അണലിയുടെ കടിയേൽക്കുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം അവസാനിക്കുന്ന ഭാഗത്ത് സ്തോത്രം പൗലോസിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്ത പട്ടണമായ റോമയിൽ താൻ എത്തുമ്പോൾ വചനം പറയുന്നു, പിന്നെ ഞങ്ങൾ റോമയിലെത്തി. ദൈവം നമ്മളോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം എത്തിച്ചിരിക്കും. കാരണം നമ്മളോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഗോഡ് ബ്ലസ് യു.